നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്ന സെബാസ്റ്റ്യന്റെ മരണകാരണം ജോലി സമ്മർദ്ദമല്ല. അന്നയുടെ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് EY ഇന്ത്യ ചെയർമാൻ. അന്നയുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയുടെ മേധാവിക്ക് എഴുതിയ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വൻ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തതോടെയാണ് പ്രതികരണം. അന്ന സെബാസ്റ്റ്യന്റെ മരണകാരണം തൊഴിൽ സമ്മർദ്ദമാണെന്ന മാതാപിതാക്കളുടെ പരാതി നിഷേധിച്ച് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനി. അന്നയുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയുടെ മേധാവിക്ക് എഴുതിയ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വൻ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തതോടെയാണ് പ്രതികരണം. വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മേമാനി മറ്റേതൊരു ജീവനക്കാരനെയും പോലെ അന്നയ്ക്കും ജോലി അനുവദിച്ചുവെന്നും ജോലി സമ്മർദ്ദം തന്റെ ജീവൻ അപഹരിക്കാനുള്ള സാധ്യതയും നിഷേധിച്ചു. ഞങ്ങൾക്ക് 1 ലക്ഷത്തോളം ജീവനക്കാരുണ്ട്. ഓരോരുത്തർക്കും കഠിനാധ്വാനം ചെയ്യണമെന്നതിൽ സംശയമില്ല. 4 മാസമേ അന്ന ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളൂ. മറ്റേതൊരു ജീവനക്കാരനെയും പോലെ അവൾക്ക് ജോലി അനുവദിച്ചു. ജോലി സമ്മർദ്ദം അവളുടെ ജീവൻ എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാജീവ് മേമാനിയെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. മേമാനി അന്നയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യക്കും അതിന്റെ എല്ലാ ജീവനക്കാർക്കും നികത്താനാകാത്ത നഷ്ടമാണെന്നും വിശേഷിപ്പിച്ചു. 2024 മാർച്ച് 18 പൂനെയിലെ EY ഗ്ലോബലിന്റെ അംഗസ്ഥാപനമായ SR ബാറ്റ്ലി ബോയിയിലെ ഓഡിറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു അന്ന. 2024 മാർച്ച് 18 സ്ഥാപനത്തിൽ ചേർന്നു. നമുക്കെല്ലാവർക്കും നികത്താനാകാത്ത നഷ്ടമാണ്. കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ കഴിയില്ലെങ്കിലും ഇത്തരം ദുരിത സമയങ്ങളിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. അത് തുടരും, അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൂടാതെ അനിത അഗസ്റ്റിൻ തനിക്ക് എഴുതിയ കത്തിന് താൻ മറുപടി നൽകിയിട്ടുണ്ടെന്നും സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ നടപടികൾക്ക് പുറമെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയതായും മേമാനി വെളിപ്പെടുത്തി. കുടുംബത്തിന്റെ കത്തിടപാടുകൾ ഞങ്ങൾ അതീവ ഗൗരവത്തോടെയും വിനയത്തോടെയും എടുക്കുന്നു. എല്ലാ ജീവനക്കാരുടെയും ക്ഷേമത്തിന് ഞങ്ങൾ ഉയർന്ന പ്രാധാന്യം നൽകുന്നു. കൂടാതെ ഇന്ത്യയിലെ EY അംഗസ്ഥാപനങ്ങളിൽ ഉടനീളമുള്ള ഞങ്ങളുടെ 1 ലക്ഷം ആളുകൾക്ക് ആരോഗ്യകരമായ ജോലിസ്ഥലം മെച്ചപ്പെടുത്തുന്നതിനും പ്രദാനം ചെയ്യുന്നതിനുമുള്ള വഴികൾ കണ്ടെത്തുന്നത് തുടരും. EY തന്റെ മകളുടെ ആദ്യ ജോലിയാണെന്ന് അന്നയുടെ അമ്മ പങ്കുവച്ചു. കമ്പനിയിൽ ചേരുന്നതിൽ അന്ന ത്രില്ലായിരുന്നു. സ്കൂളിലും കോളേജിലും ഒരുപോലെ മികവ് പുലർത്തിയ എല്ലാ പരീക്ഷകളിലും ഒന്നാമതെത്തിയ അന്നയെ പോരാളി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അവളുടെ അഭിപ്രായത്തിൽ അന്ന EYയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ജോലിയുടെ വെല്ലുവിളികളെ നേരിടാൻ സ്വയം സമർപ്പണം ചെയ്തു.